ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ രാത്രികാലം എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സംരക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നത് ഓർത്ത് കർത്താവിന് നന്ദി കരയേറ്റുന്നു. ഈ രാത്രികാലവും വളരെ ആഗ്രഹത്തോടെ ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് അടുത്തുചെല്ലാം. നാം ലോകത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് ഒരുക്കി കൊടുക്കാം. ദൈവവചനം ശക്തിയുള്ളതാണ്. അതിന്റെ ഫലം നമ്മിൽ ഉണ്ടാകേണ്ടതിന് നമ്മുടെ സഹകരണം, നമ്മുടെ റെസ്പോൺസ് ദൈവവചനത്തോട് നമ്മുടെ അനുസരണം വളരെ ആവശ്യമാണ്. മനസ്സൊരുക്കത്തോട് ദൈവസന്നിധി ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രികാലവും ദൈവം എന്താഗ്രഹിച്ച് ദൈവവചനത്തെ അയക്കുന്നുവോ ആ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവും സമാധാനവും ഒക്കെ ആയിത്തീരുവാൻ ഇടയായിത്തീരും. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം തുടർമാനമായി ചിന്തിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് ഈ രാത്രികാലവും നമുക്ക് വേഗത്തിൽ കടന്നു വരാൻ നാം ചിന്തിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രത്യേക വിഷയത്തെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമല്ലോ? 1 Peter chapter 3 verse 22. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ദൈവത്തിന് തിരുവചനത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്താവ് ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി മനുഷ്യരായ നമുക്ക് സാത്താന്റെ മേൽ ജയം നൽകി തരേണ്ടതിന് കർത്താവ് ക്രൂശിൽ ജയം എടുത്തു. എന്നാൽ നമ്മുടെ പ്രതിയോഗിയായ പിശാചിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ശത്രുവിനോട് നാം എപ്പോഴും എതിർക്കുമ്പോൾ നാം ശത്രുവിനെ കുറിച്ച് ദൈവവചന പരിജ്ഞാനത്തിൽ അവന്റെ പ്രവർത്തനങ്ങളെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ അവനോട് നമുക്ക് കൗണ്ടർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്നത്. ശത്രു വളരെ കണ്ണിങ് ആണ്. അവൻ വളരെ തന്ത്രശാലിയായി പല രീതിയിൽ സ്തോത്രം മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ എല്ലാ രീതിയിലും ശ്രമങ്ങൾ നടത്തുകയാണ്. പ്രാരംഭമായി നമ്മൾ ചിന്തിച്ചു ശത്രുവിന്റെ തന്ത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കൊരിന്ത്യൻ ലേഖനം 2-ാം കൊരിന്ത്യ ലേഖനത്തിലെ നാം 11-ാം അധ്യായത്തിൽ ചിന്തിച്ചു. അതൊന്നാണ് സർപ്പതന്ത്രം, അതായത് ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ഉപായിയായ പിശാച് മനുഷ്യരെ ഉപായത്തിലൂടെ കൗശലത്തിൽ ചതിക്കാനിടയാകുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ അത് സിംഹതന്ത്രത്തെയാണ് ചൂണ്ടിക്കാണിക്കാൻ ഇടയാകുന്നത്. അത് ഭീഷണിയുടെയും ഭയപ്പെടുത്തലിന്റെയും ഒക്കെ അനുഭവത്തെയാണ് കാണിക്കുന്നത്. പലരെയും വിശ്വാസത്തിൽ പിശാച് പ്രതികൂലങ്ങളുടെ വലിപ്പം കാണിച്ചുകൊണ്ട് വിശ്വാസത്തിലേക്ക് ആഴത്തിൽ കടന്നു വരാൻ കഴിയാതെ അവർ പിന്മാറിപ്പോകുന്ന അവസ്ഥകളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രാധാന്യമുള്ളതും സമകാലിക ലോകത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുമായ ഒന്നാണ് മൂന്നാമത് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വെളിച്ചദൂതന്റെ വേഷം കെട്ടുന്ന സാത്താൻ. ഹല്ലേലൂയ. ആത്മീകരായവരെ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിതം നയിക്കുന്നവരെ വഴിതെറ്റിക്കുവാൻ ശത്രു ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് വെളിച്ചദൂതന്റെ തന്ത്രം എന്ന് പറയുന്നത്. പിശാച് മനുഷ്യനെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ സ്വഭാവവും ജീവിത രീതികളും അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അവർ ജഡത്തിലാണ് ജീവിക്കുന്നതെന്നും ജഡം അവർക്ക് എന്തെല്ലാം സുഖങ്ങളും സന്തോഷങ്ങളും നൽകി കൊടുക്കുന്നുവോ അതിലൊക്കെ മനുഷ്യർ സന്തോഷിക്കുന്നെന്ന് മനസ്സിലാക്കി പിശാച് ആ രീതിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ഇടയാകും. നമുക്ക് തലവണക്കാം. ദൈവസന്നിധി രാത്രികാലം കർത്താവിനോട് പ്രാർത്ഥിക്കാം. പിശാചിന്റെ ഈ തന്ത്രത്തെ എങ്ങനെ നമുക്ക് ഇന്നത്തെ സമകാലിക ലോകത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ ദൈവം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കേണ്ടതിന് ഈ രാത്രികാലം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ഒന്ന് ഒരുങ്ങിക്കൊടുത്താട്ട് തിരുവെഴുത്ത് ഗ്രഹിക്കേണ്ടതിന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ബുദ്ധിയെ ദൈവം തുറന്നു കൊടുത്തു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. ദൈവം നമുക്ക് പൊരുൾ തിരിച്ചു തരുന്നില്ല എങ്കിൽ വെറും അക്ഷരത്തിൻ്റെതായ ചില അറിവുകൾ നമുക്കൊരു പക്ഷേ ലഭിപ്പാൻ ഇടയായേക്കാം. എന്നാൽ നമുക്ക് വേണ്ടത് അക്ഷരത്തിന്റെ അറിവല്ല, ദൈവവചന പരിജ്ഞാനം അത്രേ. പരിശുദ്ധാത്മാവിൽ ദൈവവചനത്തിന്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരേണ്ടതിന് ദൈവാത്മാവിന്റെ സഹായത്തിനു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ രാത്രികാലവും ദൈവം വിശ്വസ്തനായിട്ട് നമ്മോട് കൂടെയുണ്ട്. അവൻ പൊരുളുകളെ നമുക്ക് തിരിച്ചു തരാൻ ഇടയാകും. ഷണ്ടൻ, എത്യോപ്യക്കാരനായ ഷണ്ടൻ അവനവന്റെ തേരിൽ യാത്ര ചെയ്യുമ്പോൾ
യെശയ്യാവിന്റെ പുസ്തകത്തിലെ ദൈവവചനം വായിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അവിടെ ഫിലിപ്പോസിനെ ദൈവം അയച്ചുകൊണ്ട് ആ വചനത്തിന്റെ പൊരുൾ അവന് തിരിച്ചു കൊടുത്തപ്പോ അവൻ സത്യം മനസ്സിലാക്കുവാനും ദൈവവചനം സന്തോഷത്തോടെ കൈക്കൊള്ളുവാനും ഇടയായി തീർന്നുവെന്ന് നമുക്ക് തിരുവഴുത്തിലൂടെ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നമുക്ക് വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ദൈവവചനം ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ, നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു, സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന 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 ആരാധന. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പുത്രനും അടിയങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഈ രാത്രികാലം തിരുസന്നിധിയിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരുന്നു. ഞങ്ങളെ നിന്റെ പുണ്യാഹ രക്തത്തിൽ ഒരിക്കൽ കൂടി കഴുകി ഒരു ശുദ്ധ മനസാക്ഷിയോടെ നിന്റെ സന്നിധിയിൽ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രചിത്തരായി ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു വാഞ്ചിയും ആഗ്രഹവും ഞങ്ങളുടെ ഉള്ളിൽ നൽകി തരണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ വചനം ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവി രാത്രികാലം ശുശ്രൂഷിക്കണമേ. വചനം വഹിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ അത് സ്വസ്ഥതയും സമാധാനവും വരുത്തണമേ. അലങ്കോലപ്പെട്ട് കിടക്കുന്ന ജീവിത മേഖലകൾക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയതയ്ക്കൊരു വ്യക്തത ഉണ്ടാകുവാനും സിയോന്റെ ദർശനം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുവാനും കർത്താവെ വിശ്വാസത്തിന് ഊർജ്ജസ്വലത വരുവാനും അവിടുന്ന് സഹായിക്കണം കർത്താവെ. ഈ വചന കേൾവി ഞങ്ങളെ ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാൻ വർദ്ധിച്ചു വരുവാൻ ആത്മാവിന്റെ ഫലമുള്ളവരാക്കി തീർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക ജീവിതം നയിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ തലത്തിലേക്ക് ഞങ്ങൾ വളരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലിങ്ക് ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. ഈ രാത്രികാലം ഇനിയും ലിങ്ക് ചെയ്യാനുള്ള പ്രിയപ്പെട്ടവരെ അവിടുന്ന് വേഗത്തിൽ കൂട്ടിവരുത്തുമാറാകണമേ. ഒരുമിച്ച് ഞങ്ങളെ ഈ രാത്രി അനുഗ്രഹിക്കണം കർത്താവേ. ദൈവാത്മാവ് ഞങ്ങളെ നയിക്കുകയും നടത്തുകയും ദൈവവചനത്തിന്റെ പൊരുളുകളെ മനസ്സിലാക്കി തന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ അങ്ങയുടെ ജനത്തെ ശുശ്രൂഷിപ്പാൻ ആവശ്യമായ പരിജ്ഞാനം നൽകണമേ. നാവോടും ഹൃദയത്തോടും കൂടെ ഇരുന്നു കൊണ്ട് എന്റെ ജനത്തിന് ചൈതന്യം വരുന്ന ദൈവവചനത്തെ വ്യാഖ്യാനിപ്പാൻ അടിയനെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അതിലൂടെ മഹത്വം എടുക്കണം. യേശു കർത്താവ് ഞങ്ങളുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. നമുക്ക് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് കടക്കാം. നാം ചിന്തിക്കുന്ന ദൈവവചന ഭാഗം ഈ രാത്രികാലം ആമേൻ സ്തോത്രം വല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് ആമേൻ ക്രിസ്തീയ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ഡിവിഷൻസ് ഈ ക്രിസ്തീയ ആമേൻ കൂട്ടങ്ങളിൽ വന്നിരിക്കുന്നത് കൊണ്ട് പലരും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരനുഭവമുണ്ട്. കാരണം പല രീതിയിലുള്ള ഉപദേശങ്ങള് മനുഷ്യനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്.
ഒരു പരിധി വരെ ഇതിന്റെ എല്ലാം പിന്നിൽ പിശാചിന്റെ ഒരു പ്രവർത്തനം ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഡിവിഷൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് പിശാജ് അവൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമത്രേ. കാരണം ഒരുമിച്ചുള്ള ഒരു കളക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിന് ശക്തി വളരെ കൂടുതലുള്ളത് കൊണ്ട് അതിനെ ഏതെല്ലാം രീതിയിൽ അതിന്റെ ശക്തി കുറയ്ക്കുവാൻ ഡിവിഷൻസ് വരുത്താൻ സാധിക്കുമോ ആ ഡിവിഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ആമേൻ നമുക്ക് ഒരു കാര്യം ആമേൻ സ്തോത്രം ഉറപ്പിക്കാം, ദൈവത്തിനുള്ളവരെ ദൈവം അറിയുന്നു, അവരെ തന്നോട് ചേർത്ത് കർത്താവ് നയിക്കുകയും നടത്തുകയും ചെയ്യുന്നു. ആമേൻ. വെളിച്ചദൂതന്റെ വേഷം കെട്ടുന്ന സാത്താനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആമേൻ സാത്താൻ അതിന്റെ മെയിൻ ആളായിട്ട് നിന്നുകൊണ്ട് ആമേൻ അവൻ തന്റെ ശുശ്രൂഷകരെ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാത്താൻ ഈ രീതിയിൽ വെളിച്ചദൂതന്റെ വേഷം കെട്ടുമ്പോൾ മനുഷ്യർക്ക് തോന്നിപ്പോകുന്നത് ഇത് കർത്താവായ യേശുക്രിസ്തു ആണെന്നുള്ള ഒരു തോന്നൽ വരുത്തിക്കൊണ്ടാണ് അവൻ ഈ കൗണ്ടർഫീറ്റ് പ്രവർത്തനം നടത്തുന്നത്. ഒരു ഫേക്ക് ആത്മീകതയാണ് സാത്താൻ എപ്പോഴും മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഒരു ജെനുവിൻ ആത്മീകതയുണ്ട്, അതിനെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു അഭിനയമാണ് വാസ്തവത്തിൽ സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അത്രേ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന അനവധി ആത്മീക ശുശ്രൂഷകളുടെ ആഴം നാം പഠിച്ചാൽ അത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വചനത്തിൽ നിന്നും അപ്പസ്തോലന്മാർ ഉപദേശിച്ച് തന്നതുമായ ഒരു ദൈവവചനത്തിന്റെ ആ ഫ്രെയിമിനുള്ളിലല്ലാതെ അത് വ്യത്യസ്തമായ രീതിയിലേക്ക് മനുഷ്യൻ സ്തോത്രം ഈ സുവിശേഷത്തെയും ആത്മീയതയും ഒക്കെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ എന്തെല്ലാം ശ്രമിച്ചാലും മനുഷ്യൻ എന്തെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചാലും ദൈവം ഇട്ടിരിക്കുന്ന ഒരു അടിസ്ഥാനം എന്നേക്കുമായി ഇട്ടിട്ടുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ദൈവം പണിയുന്നത് താൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേലാണ്. മാനുഷികമായ നിലവാരത്തിൽ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് അതിന്റെ മീതെ പണിയാൻ നോക്കിയാലും ദൈവമിട്ട അടിസ്ഥാനത്തിന്റെ മേൽ പണിയണമെങ്കിൽ അതിന് യോജിച്ച രീതിയിലുള്ള വചനപ്രകാരമുള്ള ഒരു പണി മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു അടിസ്ഥാനം അത് മനുഷ്യനിട്ട ഒരു അടിസ്ഥാനമല്ല. ആത്മീയതയുടെ അടിസ്ഥാനം ദൈവത്തിൽ നിന്നുള്ള ആത്മീയതയുടെ അടിസ്ഥാനം ദൈവം തന്നെ ഇട്ടതാകുന്നു. ആ ഇട്ട അടിസ്ഥാനത്തിന്റെ മീതെ ആരെങ്കിലും പണിയപ്പെടണമെങ്കിൽ ദൈവവചനം അനുശാസിക്കുന്ന രീതിയിൽ ആ വ്യക്തി ആയി തീർന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ ആത്മീയതയിൽ അവൻ പണിയപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഈ രാത്രിയിൽ നമുക്ക് വേഗത്തിൽ കടക്കാം. യേശുക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാതെയും ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെയും അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതും വരച്ച് കാട്ടിയിരിക്കുന്നതുമായ യേശുക്രിസ്തു അല്ലാത്ത മറ്റൊരു യേശു ഇന്ന് ലോകത്തിൽ ഫോർ സെയിലിനുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാതെയും ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെയും അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതും വരച്ച് കാട്ടിയിരിക്കുന്നതുമായ യേശുക്രിസ്തു അല്ലാത്ത മറ്റൊരു യേശു ഇന്ന് ലോകത്തിൽ ഫോർ സെയിലിനുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് വിറ്റഴിക്കുവാൻ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ പലപ്പോഴും പബ്ലിസിറ്റിക്ക് നിർത്താറുണ്ട്. എന്നാൽ ഈ പബ്ലിസിറ്റിക്ക് നിർത്തിയിരിക്കുന്ന ബ്രാൻഡ് അംബാസിഡറും ഈ പ്രോഡക്റ്റും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഹല്ലേലൂയ. ആ പ്രോഡക്റ്റ് ഒന്ന് വിറ്റഴിക്കുവാൻ പേര് കേട്ട ഒരാളെ മുന്നിൽ നിർത്തിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിനെ ലോകത്തിന്റെ മുമ്പാകെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് അതിന്റെ പിന്നിൽ വാസ്തവത്തിൽ അത് യഥാർത്ഥ ക്രിസ്തു അല്ല. അതാണ് അതിന്റെ ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥ ക്രിസ്തു അല്ലാത്ത മറ്റൊരു ക്രിസ്തുവിനെ ലോകത്തിന്റെ മുമ്പിൽ കാട്ടിക്കൊണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക പ്രവർത്തനം ഇന്ന് ഫേക്ക് സ്പിരിച്വാലിറ്റിയായി ലോകത്തിൽ ശക്തമായിട്ട് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാതെ ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഉപദേശങ്ങൾക്ക് പ്രാധാന്യം അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പസ്തോലന്മാർ പ്രസംഗിച്ചതും വരച്ച് കാട്ടിയതുമായ ഒരു യേശുക്രിസ്തു ഉണ്ട്. ഈ യേശുക്രിസ്തുവിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള മറ്റൊരു യേശുവിനെ ആരംഭ സമയം തൊട്ടേ അപ്പസ്തോലന്മാർ ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ഒന്ന് വായിച്ചോട്ട്. 2 കോരിന്ത്യർ 11-ാം അധ്യായം 4-ാം വാക്യം. കോരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം.
ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഇവിടെ പൗലോസ് നേരിട്ട ഒരു പ്രയാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ വിളിച്ചു പറയുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അല്ലാത്ത മറ്റൊരു യേശു. ഇതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫേക്ക് സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പറഞ്ഞത്. പേര് യേശു എന്നാണ്, പക്ഷെ വാസ്തവത്തിൽ അപ്പസ്തോലന്മാർ ലോകത്തിന് വരച്ചു കാട്ടിയ യേശു ക്രിസ്തുവിനെ അല്ല അവർ പ്രസന്റ് ചെയ്യുന്നത്. ദൈവമക്കളോട് ഒരു കാര്യം പ്രാരംഭത്തിലെ ഞാൻ പറയട്ടെ, ഒരു അത്ഭുതം പ്രതീക്ഷിച്ചാണ് യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നതെങ്കിൽ ക്രൂശ് മരണത്തിന്റെ ആവശ്യകതയില്ല. യേശു ക്രൂശിൽ കയറാതെ തന്നെ അതിനു മുമ്പേ അത്ഭുതങ്ങളും ഭൂതങ്ങൾ പുറത്താക്കലും രോഗശാന്തിയും ഒക്കെ വ്യാപകമായിട്ട് യേശു നടത്തിയിരുന്നു. വാസ്തവത്തിൽ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുള്ള സുവിശേഷം എന്ന് പറയുന്നതിന്റെ എസൻസ് എന്ന് പറയുന്നത് ക്രൂശ് മരണമാണ്. ഈ ക്രൂശ് മരണത്തിന് പ്രാധാന്യം കൊടുക്കാതെയും അവന്റെ പുനരുത്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കാതെയും അവന്റെ വീണ്ടും വരവിന് പ്രാധാന്യം കൊടുക്കാതെയും ഒക്കെയുള്ള ഒരു ഫേക്ക് സ്പിരിച്വാലിറ്റി. എന്താണ് ആ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത? ഈ ലോകത്തിൽ എങ്ങനെ എളുപ്പമാർഗത്തിൽ കാര്യങ്ങൾ നേടിയെടുത്ത് വലിയ ബുദ്ധിമുട്ടോ വിശുദ്ധിയോ വേർപാടോ നിർമ്മലതയോ ഒന്നുമില്ലാതെ ആത്മീയത നയിക്കാൻ സാധിക്കുമോ എന്നാണ് മനുഷ്യൻ എപ്പോഴും ശ്രമിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ദൈവവചനം പൂർണ്ണമായിട്ടൊന്നും അനുസരിക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ നന്മ കിട്ടണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെയാണ് പിശാച് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ട്രാപ്പിൽ അകപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. എന്നാൽ അപ്പസ്തോലന്മാർ പ്രസംഗിച്ച ക്രിസ്തുവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവരൊരു ഡോക്ട്രിനൽ രീതിയിലാണ് ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാൻ ഇടയായി തീർന്നത്. അവര് പ്രസംഗിച്ച ക്രിസ്തു ആരാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിന്റെ എന്താണ് പൗലോസ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. പൗലോസ് തന്റെ ശുശ്രൂഷയിൽ താൻ പ്രസംഗിച്ച ക്രിസ്തു ആരായിരുന്നുവെന്ന് താൻ വ്യക്തമാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 22, 23 വാക്യങ്ങളൊന്ന് വായിച്ചു. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ പൗലോസ് എവിടെ കടന്നു ചെല്ലുമ്പോഴും താൻ ഫോക്കസ് ചെയ്തത് ക്രൂശിതനായ ഒരു യേശു ക്രിസ്തുവിനെയാണ്. കാരണം ഈ ക്രൂശ് എന്ന് പറയുന്നത് തടിക്കഷ്ണമല്ല ഈ ക്രൂശ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് ക്രൂശിന് ഒരു സന്ദേശമുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഒരു കുറ്റവാളിയുടെ ക്രൂശല്ല. അനേക കുരിശ് ആ കാലത്ത് റോമൻ കൈസറുടെ ശിക്ഷാവിധി പ്രകാരം ക്രൂശ് മരണത്തിന് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു നടപടിക്രമമായിരുന്നു. എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശു എന്ന് പറയുമ്പോൾ നീതിമാനായ ഒരുവൻ ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. കോടതി മാറി മാറി അവനെ വിസ്തരിച്ചിട്ടും അവനെ ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസ് അവസാനമായിട്ട് കൈകഴി പറയുന്ന കാര്യം എന്താണ്? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പൊ നീതിമാനായ ഒരുവനെ ക്രൂശിൽ കയറ്റി. ഇതാണ് അപ്പസ്തോലന്മാർ പ്രസംഗിച്ച ക്രിസ്തു. നീതിമാനായവൻ എന്തിനു ക്രൂശിൽ കയറി? സ്തോത്രം. അതിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് നീതിമാനായവൻ ക്രൂശിൽ കയറിയത് കൊണ്ട് നീതികെട്ടവരായ മനുഷ്യർക്ക് ദൈവത്തിന്റെ നീതി ലഭിക്കാനിടയായി. ഇതാണ് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ആത്മീയത എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിനും അവന്റെ നിഷ്കളങ്ക രക്തത്തിനും പ്രാധാന്യം കൊടുക്കാതെയുള്ള ഒരു ആത്മീയത ഇന്ന് ലോകത്തിൽ വ്യാപകമാണ്. പ്രോസ്പെരിറ്റി എന്ന പേരിലോ അല്ലെങ്കിൽ മറ്റേത് റിവൈവൽ എന്ന പേരിലോ ഒക്കെ നടക്കുന്ന പല അഭ്യാസങ്ങളുണ്ട്. ഇതെല്ലാം എളുപ്പമാർഗത്തിൽ മനുഷ്യന്റെ ജഡത്തെ മാനസികമായിട്ട് എങ്ങനെ സന്തോഷിപ്പിക്കാം, ഈ രീതിയിലുള്ള ഒരു ശുശ്രൂഷ തലങ്ങളാണ് ഇന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, അങ്ങനെ ഒരു സുവിശേഷമുണ്ട്, അങ്ങനെ ഒരു ആത്മാവുണ്ട്. അതാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത്. ആ ആത്മാവെന്ന് പറയുന്നത് അപകടകരമായ ഒരു ആത്മാവാണ്. ഞാൻ അതിന്റെ ആഴങ്ങൾ ചിന്തിച്ചപ്പോൾ വാസ്തവത്തിൽ സത്യത്തെ അനുസരിച്ച് ജീവിതത്തിൽ കൈക്കൊള്ളാൻ കൂട്ടാക്കാത്ത മനുഷ്യർക്ക്
വ്യാജം വിശ്വസിക്കാൻ ദൈവം വ്യാപാര ശക്തി അയച്ചു കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ ചെയ്യുമോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, സത്യത്തെ കൈക്കൊള്ളാതെ ഈസി മാർഗത്തിൽ ആത്മീയത നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ എളുപ്പത്തിൽ വഞ്ചിക്കപ്പെട്ടു പോകും. കാരണം സത്യത്തിൽ ഞാനും നിങ്ങളും നിലനിൽക്കണമെങ്കിൽ, വിശ്വാസത്തിൽ ജീവിതത്തെ നിലനിർത്തണമെങ്കിൽ, അതിന് ദൈവം ആഗ്രഹിക്കുന്ന വില കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ ആത്മീയതയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. വായിച്ചാട്ട് എന്താണ് ചെയ്യുന്നത്? 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അവര് വിശ്വസിക്കുന്നത് സത്യമാണെന്ന് ചിന്തിച്ചങ്ങ് വിശ്വസിക്കുക. പക്ഷെ വാസ്തവത്തിൽ അത് വ്യാജമാണ്. വ്യാജത്തെ സത്യമെന്ന് തോന്നുന്ന രീതിയിൽ വിശ്വസിക്കാൻ ദൈവം അവർക്ക് ഭോഷ്കിന്റെ വ്യാപാര ശക്തി കൊടുത്തിരിക്കുന്നു. നോക്കുക, സത്യത്തിലേക്ക് വരാനായി സാക്ഷാൽ യേശു ക്രിസ്തുവിന് ജീവിതം വിട്ടുകൊടുക്കാതെ, ദൈവവചനത്തിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടു പോകാതെ, എളുപ്പമാർഗത്തിൽ ദൈവത്തിൽ നന്മയോ അനുഗ്രഹമോ ഒക്കെ പ്രാപിപ്പാൻ ആഗ്രഹിച്ചു പോകുന്ന, ദൈവനീതിക്ക് കീഴ്പ്പെട്ടു പോകാൻ താല്പര്യമില്ലാത്ത ഏത് വ്യക്തിയും വഞ്ചിക്കപ്പെടുന്നത് ഈ രീതിയിലാണ്. അവർക്കും ലോകം നോക്കുമ്പോൾ ഒരു ആത്മീയതയുണ്ട്, അവർക്കും ഒരു യേശുവുണ്ട്, അവർക്കും പാട്ടുണ്ട്, അവർക്കും ആരാധനയുണ്ട്. എന്നാൽ ഇതൊരു കൗണ്ടർ ഫീറ്റ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. യഥാർത്ഥ ക്രിസ്തുവിനെ വേദപുസ്തകത്തിൽ നമുക്ക് വരച്ചു തന്നിട്ടുണ്ട്. ഒരു വ്യക്തമായ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആ ക്ലിയർ പിക്ചറിന്റെ വ്യക്തതയിലാണ് നമ്മുടെ ആത്മീയതയെ നാം പടിപടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ പറയുമ്പോൾ ഈ മറ്റൊരു യേശു എന്ന് പറയുന്നത് എളുപ്പത്തിൽ കാര്യം സാധിപ്പിക്കുന്നവൻ, എന്ത് ചെയ്താലും എങ്ങനെ ജീവിച്ചാലും എല്ലാവരെയും സ്വീകരിക്കുന്നവൻ, അങ്ങനെ ഒരു ക്രിസ്തുവാണ് ഇന്ന് ലോകത്തിൽ ഫോർ സെയിലിനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിക്ക് ഒരു പ്രാധാന്യമില്ല, എങ്ങനെ വേണേലും ജീവിക്കാം. അതാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. വീട്ടിനകത്ത് എന്ത് ദുഷ്കർമ്മം ചെയ്താലും യേശുവിന്റെ രക്തമുണ്ടെങ്കിൽ യു ആർ പ്രൊട്ടക്റ്റഡ്. ഏത് തരം ഡോക്ടറിനാണ് നമ്മൾ ഈ കേൾക്കുന്നത്? ഇന്ന് ലോകത്തിൽ കേൾക്കുന്ന ഓരോ പ്രസംഗങ്ങളും വളരെ ശ്രദ്ധയോടെ നാം കേട്ടില്ല എങ്കിൽ, വാസ്തവത്തിൽ ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, ഏത് മെസ്സേജും കേൾക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം മെസ്സേജ് കേൾക്കുവാൻ. ദൈവത്തിൽ നിന്നല്ലാത്തതൊന്നും നമ്മുടെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കരുത്. സ്തോത്രം. അത് നമുക്കറിയാം, അല്പം പുളിപ്പ് മുഴുപിണ്ടത്തെ പുളിപ്പിക്കാൻ മതിയായതാണ്. ദോഷമായ ഒരു ഉപദേശം അകത്തേക്ക് കടന്നു വന്നാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നല്ലതിനെ കൂടെ അത് സ്വാധീനിക്കാൻ ഇടയായി തീരും. എളുപ്പത്തിൽ കാര്യം സാധിച്ചു തരുന്ന ഒരു ക്രിസ്തു അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, വിശാലമായ വാതിലും ഇടുക്കു വാതിലും എന്തിനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? രണ്ടും വാതിലാണ്. ഒന്ന് ഇടുക്കമുള്ള വാതിൽ. ഈ ഇടുക്കമുള്ള വാതിൽ എന്ന് പറയുമ്പോൾ ആ വാതിലിന്റെ വലിപ്പത്തിലേക്ക് ആ വ്യക്തി ഒരുക്കപ്പെടണം. സ്തോത്രം. ഒരു വലിയ വണ്ണമുള്ള ഒരാള് ഈ ചെറിയ വാതിലിനകത്തേക്ക് കടക്കണമെങ്കിൽ, സപ്പോസ് നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ നല്ല വെയിറ്റ് ഉള്ള ഒരാള്, നല്ല സ്തോത്രം ബോഡിയുള്ള ഒരാള് ഒരു ചെറിയ വാതിലിലൂടെ കടക്കണമെങ്കിൽ ആ വാതിലിന്റെ സൈസിലേക്ക് ആ വ്യക്തിയായി തീരണം. ദൈവവചനമാകുന്ന ആ വാതിലിന്റെ ഉള്ളിൽ ഒരു വ്യക്തി കടക്കണമെങ്കിൽ ആ സൈസിലേക്ക് ആ വ്യക്തി ഒരുക്കപ്പെടണം. എന്നാൽ ഇപ്പുറത്ത് പറയുകയാണ്, നോ മാറ്റർ, ആർക്ക് വേണേലും കടക്കാം. ഇപ്പുറത്തതേ ഒരു വിശാലമായ വാതിലുണ്ട്, അതിലെ പോകാൻ താല്പര്യപ്പെടുന്നവർ അനേകർ. എന്നാൽ ഇടുക്ക് വാതിലിലൂടെ കടക്കാൻ താല്പര്യപ്പെടുന്നവർ ചുരുക്കം. വാതിലിലൂടെ കടന്നാലോ വഴി ഞെരുക്കമുള്ളതാണ്, അതിലെ പോകുന്നവർ ചുരുക്കം, അതിന്റെ അവസാനം നിത്യജീവനത്രേ. എന്നാൽ ഇപ്പുറത്ത് നോക്കുക, വിശാലമായ വാതിൽ. അവർക്ക് എങ്ങനെ വേണേലും ഈസിയായിട്ട് അകത്ത് കടക്കാം. അപ്പൊ ഇങ്ങനൊരു ഓപ്ഷൻ മുമ്പിലുണ്ടെങ്കിൽ മനുഷ്യർ 99% തിരഞ്ഞെടുക്കുന്ന ഏതായിരിക്കും? ഇടുക്ക് വാതിലായിരിക്കുമോ തിരഞ്ഞെടുക്കുന്ന വിശാലമായ വാതിലായിരിക്കുമോ? മനുഷ്യൻ എപ്പോഴും എളുപ്പം ആഗ്രഹിക്കുന്നവനാണ്. സ്തോത്രം. തന്റെ ജീവിതത്തിൽ എപ്പോഴും താൻ കംഫർട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവൻ വിശാലമായ വാതിൽ തിരഞ്ഞെടുക്കും.
അതിലൂടെ അവൻ ഈസി ആയിട്ട് കടന്നു. ഇതാണ് പിശാച് ഓഫർ ചെയ്യുന്നത്. വൈ ഷുഡ് വി സഫർ? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡോക്ടറിൻ ഇതാണ്, ക്രിസ്തു എല്ലാ കഷ്ടവും സഹിച്ചു. ലേറ്റസ്റ്റ് ഡോക്ടറിൻ ഇതാ, ക്രിസ്തു എല്ലാ കഷ്ടവും സഹിച്ചു. ക്രിസ്തു നാളെ നാം ചെയ്യാൻ പോകുന്ന പാപത്തിന് ഇന്നേ പരിഹാരം വരുത്തി. അതുകൊണ്ട് യു ക്യാൻ ഡു എനിത്തിങ് വാട്ട് എവർ യു വാണ്ട്. എന്തൊരു നല്ല ഡോക്ടറിൻ! യൗവനക്കാരെ സ്വാധീനിക്കുന്ന ഒരു ഡോക്ടറിനാണ്. നീ നാളെ ചെയ്യാൻ പോകുന്ന പാപത്തിന് ഇന്നേ യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് കൊണ്ട് നീ നാളെ എന്താണ് ചെയ്യാൻ പോകുന്ന കർത്താവിന് അറിയാം. അതിന് ഓൾറെഡി അവൻ റാൻസം പേ ചെയ്ത് കഴിഞ്ഞു. സോ യു ആർ ഫ്രീ ടു ലിവ്. എന്തൊരു നല്ല ഡോക്ടറിൻ! അങ്ങനെ ഒരു യേശു ബൈബിളിൽ പഠിപ്പിക്കുന്നില്ല. ബൈബിളിലെ യേശു പഠിപ്പിക്കുന്നത് പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കാനാണ്. പൗലോസ് തന്റെ ലേഖനത്തിൽ, അതാണ് അപ്പസ്തോലിക ഉപദേശത്തിൽ ചോദിക്കുന്നു, ആമേൻ സ്തോത്രം, പാപസംബന്ധമായി മരിച്ച നാം ഇനി പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപം അതിന്റെ മോഹം അനുസരിക്കുമാറ് നിന്റെ മർത്യ ശരീരത്തിൽ ഇനി വാഴരുത്. ഈ രീതിയിലുള്ള അപ്പസ്തോലിക ഉപദേശങ്ങൾ ഉൾപ്പെട്ട ഒരു സുവിശേഷം നമുക്ക് നൽകി തന്നിരിക്കുമ്പോൾ ഈസി വാക്ക് ഓവറിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ആമേൻ ക്രിസ്തുവും ഒരു സുവിശേഷവും അതിന് ചേർന്ന് സഞ്ചരിക്കുന്ന ഒരാത്മാവും ഈസി ആയിട്ട് അപ്പുറത്ത് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ ഇതാണ് പിശാച് ഓഫർ ചെയ്യുന്നത്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറഞ്ഞ യാതൊരു ഡിസിപ്ലിന്റെ ആവശ്യമില്ല. ആമേൻ സ്തോത്രം. അവൻ എങ്ങനെ ജീവിച്ചാലും ആ യേശു വ്യക്തികളെ സ്വീകരിക്കും. അവനെ സ്തുതിച്ച് ആരാധിച്ചാൽ മാത്രം മതി. പ്രമാണങ്ങളോ വ്യവസ്ഥകളോ ബാധകമല്ല. മത്തായി സുവിശേഷം കർത്താവിനെ ആമേൻ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ പരീക്ഷയിലൂടെ യേശു മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ അവിടെ പിശാച് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തുറന്ന് വായിച്ചേട്ട മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതല്ല, അതിന്റെ താഴെ നോക്കിയിട്ട് എല്ലാ ലോകത്തെയും ലോകത്തിലുള്ള സകലത്തെയും കാണിച്ചിട്ട് അവിടെ തന്നെ തൊട്ട് താഴെ നോക്കി. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴോട്ട് ചാടുക. 8-ാം വാക്യം വായിച്ചു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. നീ നോക്കുക, ഒറ്റ കാര്യമുള്ളൂ. നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ, നോ മാറ്റർ യു ആർ എ സിന്നർ, നീ ആരായാലും അവന് വിഷയമല്ല. എന്നെ ഒന്ന് സ്തുതിച്ച് എന്നെ ഒന്ന് മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് യുവേഴ്സ്. നോക്കുക, എന്തൊരു ഓഫറാണെന്ന് നോക്ക്. അവിടെ വിശുദ്ധിക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. നീ ആരാണെന്നുള്ളത് അവിടെ ചോദിക്കുന്നില്ല. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ എവറിത്തിങ് ഈസ് യുവേഴ്സ്. ഇങ്ങനെ ഓഫർ തരുന്ന ഒരു വ്യക്തിത്വം, ഇതാണ് വെളിച്ചദൂതന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡ് അംബാസിഡറെ മുന്നിൽ നിർത്തിയിരിക്കുന്നത് പോലെ ആരെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്? യേശുവിനെ മുന്നിൽ നിർത്തിയിട്ടുണ്ട്. യേശു മുന്നിൽ നിന്നത് കൊണ്ടത് സാക്ഷാൽ യേശു അല്ല. ഇത് മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു പോകുന്ന ആമേൻ സ്തോത്രം ചില തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ഇനി നമുക്ക് കൂടുതൽ മുമ്പോട്ട് പോകാം. ഈ കൂട്ടർ, ഞാൻ പറഞ്ഞു, ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഇതിന്റെ പിന്നിൽ മാസ്റ്റർ മൈൻഡ് ആയിട്ട് നിൽക്കുന്നത് സൈറ്റനാണ്. അവരെ നയിക്കുന്നത് ഈവിൾ സ്പിരിറ്റിന്റെ ശക്തിയാണ്. അവരെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാകും ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ. എപ്പോഴും ഈ കൂട്ടർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാക്കുണ്ടാകും, സോ യുവർ സീഡ്. നിങ്ങൾ വിത്ത് വിതയ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണമിട്. ആമേൻ സ്തോത്രം. ഒരു മീറ്റിംഗ് തുടങ്ങിയാൽ, ഒരു ലൈവ് ടെലികാസ്റ്റ് തുടങ്ങിയാൽ ആദ്യം തുടങ്ങുന്നതാണ് സോ യുവർ സീഡ്. അപ്പൊ ഇത് അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ്. അവരെ തന്നെ കൊഴിപ്പിക്കുവാൻ. ഇത് കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്, അത് ഫോറിനിൽ നിന്ന് വന്നതാ. ഇപ്പൊ കേരളത്തിൽ അത് വ്യാപകമായി. കുറച്ചു നാൾ മുമ്പ് ഒരു വ്യക്തി ലൈവായിട്ട് പറയുന്നു, 1000 രൂപ അയച്ചിട്ട്
റെസീറ്റ് വാങ്ങിക്കുക, ഗൂഗിൾ പേ വഴി അയച്ചിട്ട് ഐ വിൽ പ്രേ ഫോർ യു. ഈ നിലവാരത്തിലേക്ക് വരെ എത്തി. ആരെയാ മുന്നിൽ നിർത്തിയിരിക്കുന്നത്? ക്രിസ്തുവിനെ. ഇത് സുവിശേഷമല്ല, ഇത് ഫേക്ക് ഒരു ആത്മീയതയുടെ ലക്ഷണങ്ങളാണ്. ഉള്ളതിൽ ഏറ്റവും നല്ല നിങ്ങൾ ഇടുക. ഞാൻ ഈ ദൈവത്തിന് കൊടുക്കുന്നതിനെതിരല്ല. ദൈവത്തിന് കൊടുക്കണം, ദൈവത്തിന് അർഹതപ്പെട്ടത് നമ്മുടെ അധ്വാന ഫലത്തിൽ ദൈവത്തിന് കൊടുക്കണം. എന്നാൽ ഈ കൂട്ടർ ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ള ആ ഒരു ഡോക്ട്രിനൽ രീതിയിലല്ല. അവർക്ക് ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അവര് വ്യക്തികളെ മറ്റൊരു ദിശയിലേക്കാണ് വിടുന്നത്. അർഹതപ്പെട്ടവർക്കും ദൈവം അതിന് യോഗ്യരായി എണ്ണിയവർക്കും കൊടുക്കുക, അതിനെതിരല്ല. എന്നാൽ ഈ കൂട്ടർ, ഞാൻ അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കാം. പൗലോസ് തന്റെ ശുശ്രൂഷയുടെ നടുവിൽ ഒരു യഥാർത്ഥ അപ്പസ്തോലൻ ശുശ്രൂഷിക്കുകയാണ്. ശുശ്രൂഷയിൽ താൻ ജനത്തിന് കൊടുക്കുന്ന ഒരു പ്രബോധനം നോക്കുക. ഇന്നത്തെ ആൾക്കാർ ഈ വാക്യം ഒന്നും വായിക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പസ്തോലൻ എഴുതിയ ലേഖനത്തിൽ അപ്പസ്തോലൻ പറയുകയാണ്, ഞാൻ എങ്ങനെ നിങ്ങളോട് ഇടപെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് മനസ്സിലാക്കണമെങ്കിൽ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6 മുതൽ 9 വരെ ഒന്ന് വായിച്ചിട്ട് ഈ സോ യുവർ സീഡും ഈ വാക്യവും തമ്മിൽ ചേരുവോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 6 മുതൽ 9 വരെ. ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവല്ലോ. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ? നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റു സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല. മക്കദോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എന്റെ മുട്ട് തീർത്തത്. ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിക്കും. നോക്കുക, ഇതാണ് ഒരു അപ്പസ്തോലിക ഉപദേശം. താൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ജനത്തോട് എങ്ങനെ ഇടപെട്ടുവെന്നും തന്റെ ലക്ഷ്യം പണമായിരുന്നില്ല, തന്റെ ലക്ഷ്യം ജീവിതത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നില്ല. തനിക്ക് ദൈവം ഏൽപ്പിച്ച ഉദ്യോഗം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അറിയാത്തവരുടെ മുമ്പാകെ, മാനവരാശിയുടെ മുമ്പാകെ തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ താൻ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചുകൊണ്ട് അവൻ ആർക്കും ഒരു ഭാരമായി തീരരുത്. അങ്ങനെ ഒരു ഡോക്ടറിൽ നിൽക്കുമ്പോൾ ഇവിടെ പറയാണ് സോ യുവർ സീഡ്, അത് നിങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും നല്ലതിട്. എന്നിട്ട് മറുഭാഗത്ത് പറയുന്നത് എന്താണ്? ദൈവത്തെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്, ദൈവം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തരികയില്ലയോ? ദൈവത്തിന്റെ മക്കൾ ഇതിന് കബളിപ്പിക്കലാണ്. മനഃപൂർവ്വമായി നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ മനസ്സുള്ളവർ ഒക്കെ കൊടുക്കുക. പക്ഷേ ഇത് ഒരു ലൂട്ടിംഗ് ആണ്. ഒരു രീതിയിൽ മനുഷ്യനെ വഞ്ചിക്കുന്ന ഡോക്ടറിനാണിത്. ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവവചനത്തിന്റെ വ്യവസ്ഥ പഠിപ്പിക്കുന്നുണ്ട്. അതിന് യോഗ്യരായവരും അർഹതയുള്ളവരും അത് വാങ്ങിക്കട്ടെ, അതിന്റെ നന്മ അനുഭവിക്കട്ടെ, അതിനൊന്നും വേദപുസ്തകം എതിരല്ല. ഇവിടെ പൗലോസിന്റെ, അതാണ് അപ്പസ്തോലന്മാർ ഉപദേശിച്ചെന്ന ഉപദേശവും ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാരുടെ ഉപദേശവും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. പൗലോസ് പഠിപ്പിച്ച അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ ഉപദേശിച്ചെന്ന ഉപദേശത്തിന് യോഗ്യമല്ലാത്ത പല ഉപദേശങ്ങളും കയറി വരുന്നതിനെയാണ് പൗലോസ് ഈ മറ്റേ യേശു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ആ യേശുവിലൂടെ അവൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്രകാരമല്ലാത്തതും അപ്പസ്തോലികമല്ലാത്തതുമായ വ്യാജന്മാർ അന്നേ ഉണ്ടായിരുന്നു. ഇന്നും ബൈബിൾ വചനങ്ങളെ ദുരുപയോഗം ചെയ്ത് ക്രൂശിന്റെ സന്ദേശമോ ക്രിസ്തു ജീവിച്ച് കാണിച്ചു തന്നതോ ആയ ജീവിത രീതി വിട്ട് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കുകയും ജനം പിശാചിന് കൊള്ളയും കവർച്ചയുമായി തീരുന്നു. 2 വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 13 മുതൽ 15 വരെ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല.
അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. നോക്കുക, വളരെ വ്യക്തമായിട്ട് അന്നേ പൗലോസ് ഈ വക കാര്യങ്ങളെ വാൺ ചെയ്തിട്ടുണ്ട്. വെളിച്ചദൂതന്റെ വേഷം കെട്ടി പിശാചി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതൊരു ഫേക്ക് ആത്മീകതയാണെന്നും അത് മറ്റൊരു യേശുവാണെന്നും അവന്റെ ശുശ്രൂഷകന്മാരുണ്ട് എന്നും അവര് വരച്ച് ലോകത്തിന് മുമ്പാകെ കാണിക്കുന്നത് യേശുവിനെയാണ്. അപ്പൊ അപ്രകാരമുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, വ്യത്യസ്തമായ രീതിയിൽ അപ്പസ്തോലിക ഉപദേശത്തിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്ന ക്രിസ്തു. രണ്ടാമതൊരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിച്ചാട്ട്, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിൽ മാറിയത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എത്ര കൃത്യമായിട്ടാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറ്റൊരു സുവിശേഷം. അപ്പൊ പുസ്തകം ഒന്ന് തന്നെയാണ്, കാഴ്ചക്ക് ഇതെല്ലാം ഒരുപോലെ ഇരിക്കും. ഡോക്ട്രിൻ മാറിപ്പോയി, യഥാർത്ഥ ക്രിസ്തുവിന്റെ വചനങ്ങളും അപ്പസ്തോലിക ഉപദേശങ്ങളും മാറിപ്പോയി. അപ്പസ്തോലന്മാർ ഉപദേശിച്ചെന്ന ക്രിസ്തുവിന്റെ ജീവിത ശൈലി വിട്ടുകൊണ്ട് കർത്താവ് കാണിച്ചു തന്ന ഒരു മാതൃക നമുക്കുണ്ട്. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ ഞാൻ എന്നെ തന്നെ ത്യജിച്ചതുപോലെ. യു നോ വാട്ട് ജീസസ് ഈസ് ആസ്കിങ്? താൻ ചെയ്തതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അവൻ അവനെ തന്നെ ത്യജിച്ചിട്ടാണ് ഈ ലോകത്തിൽ മനുഷ്യനായി വന്നത്. അവൻ ദൈവരൂപത്തിൽ ഇരുന്നവൻ തന്നെ തന്നെ ത്യജിച്ചു. എന്നിട്ടാണ് നമ്മോട് പറയുന്നത്, ദോസ് വാണ്ട് ടു ഫോളോ മീ, നിങ്ങളും നിങ്ങളെ തന്നെ ത്യജിക്കണം. കർത്താവ് ചെയ്തിട്ടാണ് നമ്മോട് പറയുന്നത് ഡു അക്കോർഡിംഗ്ലി. അതാണ് യേശുവിന്റെ പാത. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് പിൻപറ്റുവാൻ അവനൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അതിൽ ഉൾപ്പെടാത്തതൊന്നും ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ആ വ്യക്തത വിട്ടുള്ള ഈസി, കാരണം ഇന്നത്തെ ലോകത്തിലല്ലേ എളുപ്പത്തിൽ നടക്കണം. മനുഷ്യരെ സംബന്ധിച്ച് സ്പീഡ് കൂടിക്കൂടി, എല്ലാത്തിനും സ്പീഡ് വേണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിന് കർത്താവ് സ്പീഡ് മാറ്റും. He is the same God yesterday, today and forever. അന്ത്യകാലത്തിന്റെ പ്രത്യേകത എന്താ? കർത്താവ് പറഞ്ഞ എന്താ? മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഒരു ചോദ്യം അവിടെ. ആ ചോദ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഈ വിശ്വാസം എന്ന് പറയുന്നത് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ വില കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പണ്ട് നാളുകളിൽ വിശ്വാസത്തിന് അധിഷ്ഠിതമായ പല കാര്യങ്ങളിലും ഈ പെർസെന്റേജ് പണം കൈയടക്കുകയാണ്. അതുകൊണ്ടാ പലപ്പോഴും പണ്ടൊരു ആള്, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് പറഞ്ഞ പോലെ, പണ്ടൊരു വല്യപ്പച്ചൻ ജീവിതത്തിൽ ഒരു കഷ്ടം വന്നു കഴിഞ്ഞാൽ, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നമുക്ക് മുട്ട വരുന്ന പ്രാർത്ഥിച്ച് ജയമെടുക്കാം. കാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചന്റെ മക്കളൊക്കെ അമേരിക്കയിലും പോയി, യൂറോപ്പിലും പോയി, പണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പച്ചന്റെയും വിശ്വാസമൊക്കെ മാറി. ഇപ്പം രോഗം വന്നു കഴിഞ്ഞാൽ അപ്പച്ചൻ പറഞ്ഞു, എടാ കാർ എടുക്കടാ, നമുക്ക് സായിപ്പിന്റെ ആശുപത്രി പോവാം. ഞാൻ പറഞ്ഞത് വിശ്വാസത്തിന്റെ വേരിയേഷൻ നോക്കുക. അപ്പൊ യേശുവിന്റെ വരവുമായിട്ടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പസ്തോലന്മാർ പഠിപ്പിച്ചു തന്ന ഒരു പറയാണ്, ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് യോജിക്കാത്ത, അതിന് ചേർന്ന് പോകാത്ത, ആ ഡോക്ടറിനോട് അനുരൂപപ്പെടാത്ത മറ്റെന്തൊക്കെയോ ലോകത്തിൽ ചലിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടെ, 3-ാം അധ്യായം 1-ാം വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? എന്ത് പവർഫുൾ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയാട്ട്. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ വരച്ചു കിട്ടിയിരിക്കുന്നത്? ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കിട്ടിയിരിക്കെ ആരോ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ക്ഷുദ്രം ചെയ്ത് മയക്കി.
സത്യം പൗലോസിലൂടെ കേട്ട വ്യക്തികളെ അവിടെ മിസ്ലീഡ് ചെയ്തു. ആരൊക്കെയോ വിശ്വാസികളായി തീർന്നവരെ സത്യവചനത്തിൽ നിന്ന് അവരെ വഴിതെറ്റിച്ചു വിട്ടിരിക്കുന്നു. പൗലോസിന്റെ 2ാം വിസിറ്റിൽ അവിടെ കടന്നു ചെല്ലുമ്പോൾ താൻ നേടിയ ആത്മാക്കൾ ആമേൻ ദൈവത്തിന്റെ അപ്പസ്തോലന്മാർ ഇട്ട മീറ്റർ ഗേജ് എടുത്തു മാറ്റി ഇപ്പൊ അവരെ ബ്രോഡ് ഗേജ് കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, ദൈവം ഇട്ടിരിക്കുന്ന മീറ്റർ ഗേജ് ആ മീറ്റർ ഗേജ് തന്നെയാണ്. അതിനെ മനുഷ്യരും പിശാചും എല്ലാം കൂടി ബ്രോഡ് ഗേജ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഓടത്തില്ല. അതിലൂടെ മീറ്റർ ഗേജിന്റെ റെയിലിലൂടെ മാത്രമേ ആ വണ്ടി ഓടുകയുള്ളൂ. ദൈവമിട്ട അടിസ്ഥാനത്തിന് ഒരു മാറ്റവും ഇല്ല. മനുഷ്യൻ വിശാലത ആഗ്രഹിച്ചും അവന്റെ ജഡത്തിന്റെ സുഖങ്ങൾ ആഗ്രഹിച്ചും അതിനെ ബ്രോഡ് ഗേജ് ആക്കിയാൽ അവരുണ്ടാക്കിയ ഒരു ക്രിസ്തുവിനെ അതിലെ ഓടിക്കാവുന്നേ ഉള്ളൂ. ദൈവം അനുശാസിക്കുന്ന വചനം നമുക്ക് തരുന്ന ആ വ്യക്തതയിൽ മുന്നോട്ട് പോകണമെങ്കിൽ, യഥാർത്ഥ ആത്മീകതയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകണമെങ്കിൽ വചന ഡോക്ട്രിനിന്റെ പിൻബലത്തിൽ തന്നെ ആയിരിക്കണം. ഞാനിതൊക്കെ പറയുന്നത് സമകാലിക ലോകത്തിലെ പല കാര്യങ്ങളും കേട്ടുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ കൂട്ടത്തിന്റെ നേതാവ് കുറച്ചു നാള് മുമ്പ് പരസ്യമായിട്ട് നിന്ന് പ്രസംഗിക്കുക ക്രിസ്തുവിനെ. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയാവോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു പരാജയമായിരുന്നു. പ്രസംഗിക്കുക. 10,500 പേര് മുന്നിൽ ഇരിപ്പുണ്ട്. ആ മുന്നിലിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു പരാജയമായിരുന്നു. ദൈവത്തിന്റെ മക്കളെ, ആ പറഞ്ഞ വാക്ക് ദൈവനിന്ദയാണ്. അത്രയും ജനം കേട്ട് അവർ ഏറ്റെടുത്തത് എന്തിനെയാണെന്നറിയാമോ? 100% വചനത്തിന് യോജിക്കാത്ത കാര്യമാണ് പറഞ്ഞത്. യേശുവിന്റെ ക്രൂശ് മരണം വിക്ടറിയാണ്, അതൊരു പരാജയമല്ല. അത് വചനം പഠിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കറിയാം. അതൊരിക്കലും ഒരു പരാജയമല്ല. ഹി കെയിം ടു ഡൈ. അതെന്തിനു വേണ്ടിയാണ് ഡൈ ആയെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തു തരാം ക്രൂശ് മരണം പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്ന്. ലോകത്തിന്റെ മുമ്പാകെ നോക്കുമ്പോൾ, അക്ഷരം കൊണ്ട് നോക്കുമ്പോൾ ഹി വാസ് ഹ്യൂമിലിയേറ്റഡ്. പക്ഷെ അതെന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള മാസ്റ്റർ പ്ലാൻ എന്ന് പഠിക്കുമ്പോഴാണ്, ഞാനിത് പറയുമ്പോൾ ഇന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിദ്വാൻ പ്രസംഗിച്ചതാ. ഈ വിദ്വാൻ നിന്ന് തന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസിനോട് പറയുകയാണ്, ഒരു വലിയ കൂട്ടത്തിന്റെ നേതാവാണ് അദ്ദേഹം. പറയുന്ന ക്രൂശ് മരണം ഒരു പരാജയമായിരുന്നു. അതുപോലുള്ളൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഹെബ്രായ ലേഖനം 2:14 വായിച്ചിട്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായി ഇരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഈ വാക്യം വായിച്ചിട്ട് നിങ്ങൾ പറ, അതൊരു പരാജയമായിരുന്നു ഒരു വിജയമായിരുന്നു എന്ന്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണം കൊണ്ട് നീക്കി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ത്രൂ ഹിസ് ഡെത്ത്. അവന്റെ ആ മരണത്തിന്റെ അധികാരത്തെ പിടിച്ചു വാങ്ങിച്ചെന്നാ. അതെങ്ങനെ ക്രൂശ് മരണം പരാജയമാകുന്നത്? നോക്കുക, പിശാചിന്റെ കണ്ണിങ്നെസ് നമ്മൾ നോക്കുക. ഒരു നേതാവിനെ ട്വിസ്റ്റ് ചെയ്താൽ നേതാവിന്റെ കീഴിൽ നിൽക്കുന്ന അത്രയും പേരെ പുള്ളിക്ക് എന്ത് ചെയ്യാം? ഒരു സാധാരണ ഉപദേശിയെ പിടിച്ച 10-20 പേരെ കിട്ടത്തുള്ളൂ. അപ്പൊ പിശാചി പിടിക്കുന്നത് വലിയ പുള്ളികളെയാ, ഒരുപാട് ജനത്തിന്റെ മുമ്പിൽ നിന്ന്. കാരണം ഒറ്റയടിക്ക് അത്രയും പേരെ പൊല്യൂട്ട് ചെയ്യാം. രണ്ടാമത്തെ ഒരു വാക്യം നിങ്ങൾ വായിക്കുക, കൊലോസ്യ ലേഖനം 2:15. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. നോക്കുക, ഈ വാക്യം എന്താ നമുക്ക് തരുന്ന ഉത്തരം? പരാജയമായിരുന്നോ വിജയമായിരുന്നോ? ക്രൂശിൽ വാഴ്ചകളുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് മലയാള ഭാഷയിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ വിദ്വാൻ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ് ക്രൂശ് മരണം ഒരു പരാജയമായിരുന്നു.
ക്രിസ്തുവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണിത്. അവന്റെ ക്രൂശ് മരണമാണ് വാസ്തവത്തിൽ നമുക്ക് വിക്ടറിയായി മാറിയത്. ഇന്ന് നമ്മൾ ഏതെങ്കിലും തരത്തിൽ സമാധാനവും സന്തോഷവും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ത്രൂ ഹിസ് ക്രൂസിഫിക്ഷൻ. അതൊരു പരാജയമാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ അത് സുവിശേഷമല്ല. മൂന്നാമതൊരു വാക്യം കൂടെ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:18 വായിച്ചു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ക്രൂശിനൊരു സന്ദേശം കൈമാറാനുണ്ട്. ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. അത് ദൈവശക്തിയാണ്. നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. അത് അവർക്ക് മാത്രം ഭോഷത്വം, നമുക്കത് ദൈവശക്തിയാണ്. ഇപ്പൊ ക്രൂശ് മരണം ഒരിക്കലും ഒരു പരാജയമാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ഗോഡ്. എത്ര പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ നോക്കുക, പിശാച് ഏത് രീതിയിലാണ് ആത്മീയതയെ കൊണ്ടുപോകുന്നത്. സമൂഹത്തിൽ പേരുള്ള ഒരാളെ ഈ രീതിയിൽ നോക്കുക, അവനെ കൊണ്ട് അങ്ങനെ പ്രസംഗിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ഘടകം നോക്കുക, പരിശുദ്ധാത്മാവാണോ? അത് വ്യാജത്തിന്റെ ആത്മാവാണ്. അത് വെളിച്ച ദൂതന്റെ രൂപമാണ്. അവന്റെ ശുശ്രൂഷകർ പ്രത്യക്ഷത്തിൽ ആരായിട്ട് കാണപ്പെടുന്നു? വെളിച്ച ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സത്യസുവിശേഷം പ്രസംഗിക്കുന്നതായിട്ട് നിൽക്കുന്ന ആരെ മുന്നിൽ നിർത്തിയിരിക്കുന്ന? ക്രിസ്തുവിനെ. ദൈവത്തിന്റെ മക്കളെ, ഈ കാലങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ ആത്മീയത മുന്നോട്ട് കൊണ്ടുപോകണം. കേൾക്കുന്ന പ്രസംഗവും നമ്മളെ പലയിടത്തുനിന്നും കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നന്നായിട്ട് വിവേചിച്ചില്ലെങ്കിൽ അത് നമ്മെ കണ്ടാമിനേറ്റ് ചെയ്യും. നമ്മുടെ നല്ല ആ ഒരു ആത്മീയതയെ അത് പൊല്യൂട്ട് ചെയ്യാനിടയായി തീരും. ഇനി മറ്റൊരു കാര്യം കൂടി ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന, ബൈബിളിലെ ക്രിസ്തുവുമായി മറ്റു മതഗ്രന്ഥങ്ങളിൽ യേശുവിനോട് സാമ്യമുണ്ടെന്ന് തോന്നിക്കുന്ന പലതും നമ്മുടെ ചുറ്റും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നാ പ്രജാപതി, മറ്റൊന്നാ ഈസാ നബി. ഇതെല്ലാം ആരെ ചൂണ്ടിക്കാണിക്കുന്നതായി പറയുന്നത്? ബൈബിളിലെ ക്രിസ്തുവുമായി ഈ കഥാപാത്രങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കുറെ നാള് മുമ്പ് പ്രജാപതിയെ കൊട്ടിഘോഷിച്ച്, പ്രജാപതിയുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾ അതേ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? യേശുവിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതേ പുസ്തകത്തിൽ പ്രജാപതിയെ കുറിച്ച് വേറെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ പറയുന്ന ക്രിസ്തുവിന് അവൻ ദൈവമത്രേ. അവൻ തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെ കുറിച്ചൊരു ബോധം വരുത്താൻ കഴിയും? നാം സേവിക്കുന്ന ക്രിസ്തു അവൻ ആരാധ്യ പുരുഷനാണ്. അവനിൽ ഒരു ന്യൂനതയും കണ്ടെത്താൻ ആർക്കും സാധ്യമല്ല. ഹെരോദാവ് മാറി ദോശ മറിച്ചിടുന്നത് പോലെ തിരിച്ചും മറിച്ചു വിട്ടു നോക്കി. പീലാത്തോസ് തിരിച്ചും മറിച്ചു വിട്ടു നോക്കി. ഹന്നാവും അലക്സാണ്ടറും കയ്യാഫാവും മാറി മാറി നോക്കി. അവർക്ക് കുറ്റം വിധിക്കാൻ കണ്ടെത്തിയില്ല. ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, മറ്റ് മതഗ്രന്ഥങ്ങളിൽ അവനോട് സമനായവരുണ്ടെന്ന് പറഞ്ഞാൽ അവനല്ലത്. ഇതൊക്കെ മനുഷ്യനെ വഞ്ചിക്കാനും ചതിക്കാനുമുള്ള പിശാചിന്റെ തന്ത്രമാണ്. ബൈബിളിൽ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന് ഇവരുമായി യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ പറയുന്നതിനാ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടാകണമോ? അത് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ആ യേശുവിനെ കുറിച്ചാ പ്രത്യക്ഷത്തിൽ പറഞ്ഞ ഈ പുള്ളി തന്നെ ആ പുള്ളി, ഈ പുള്ളി അല്ല ആ പുള്ളി. നമ്മുടെ ക്രിസ്തു ആരാ? 10,000-ങ്ങളിൽ സുന്ദരനാ. അവൻ മനുഷ്യനായി തീർന്നത് നമ്മെ രക്ഷിക്കാനാ. ബട്ട് റിമെമ്പർ ഹി ഈസ് ഗോഡ്. അത് മറന്നുള്ള ഒരു കളിയല്ല നമ്മൾ കളിക്കുന്നത്. ക്രിസ്തു ദൈവമാ. അവൻ നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്നു. അവൻ നമുക്ക് വേണ്ടി ശാപമായി, നമുക്ക് വേണ്ടി നീതിയായി, നമുക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി.
അത് ദൈവത്തിന്റെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഇനി നാം പണിയപ്പെടേണ്ടതും സത്യവചനത്തിൽ നിലനിൽക്കേണ്ടതും ഈ ലോകത്തിലെ നേട്ടങ്ങളുടെ തോത് നോക്കിയല്ല, നിത്യതയുടെ ദർശനത്തിലാണ്. ലോകത്തിൽ നാം എത്ര സമ്പാദിച്ചു എന്നല്ല നോക്കുന്നത്, ദൈവം നമ്മെ എത്ര അനുഗ്രഹിച്ച് ഉയർത്തി എന്നുള്ളതല്ല നമ്മുടെ ആത്മീയതയുടെ തോതെന്ന് പറയുന്നത്. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. രോഗങ്ങൾ ഉണ്ടെങ്കിലും, കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും, പട്ടിണി ഉണ്ടെങ്കിലും, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിത്യതയുടെ ദർശനത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പസ്തോലന്മാരോട് ചോദിച്ചാൽ അവരതിന്റെ വ്യക്തമായ ആമേൻ സ്തോത്രം മാർഗരേഖ കാണിച്ചു തരും. വിട്ടുപിരിഞ്ഞ് അവനോടുകൂടെ ഇരിക്കുന്നത് എനിക്ക് അത്യുത്തമം. ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു സ്വർഗീയ പാർപ്പിടം എനിക്കുണ്ട്. അതാ അവര് പഠിപ്പിച്ചത്. എന്നാൽ ഇന്നത്തെ പഠിത്തം അങ്ങനല്ല. കുറച്ചുകൂടെ എങ്ങനെ ജീവിതത്തെ ആസ്വദിക്കാം. കൂട്ടത്തിൽ പറയട്ടെ, ദൈവം തരുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എല്ലാം സന്തോഷിക്കാം. അതിനൊന്നും വചനം എതിര് പറയുന്നില്ല. പക്ഷെ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട്, അതിന്റെ വിശുദ്ധിക്ക് കളങ്കം വരുത്തിക്കൊണ്ട്, അതിന്റെ വാതിലിനെ വലിപ്പം കൂട്ടി, പണ്ടൊരാൾ പറഞ്ഞതുപോലെ ഏത് ധനവാനെയും കയറ്റിവിടാൻ സ്വർഗരാജ്യത്തിൽ. എന്ത് ചെയ്താൽ മതി? വാതിലിന്റെ വലിപ്പം കൂട്ടിയാൽ പോരെ. സൂചിക്കൊഴയുടെ വലിപ്പം കൂട്ടിയ ഏത് ഒട്ടകവും കയറിപ്പോകത്തില്ലേ? ഇന്നത്തെ വിദ്വാന്മാര് കാണിക്കുന്നത് എന്താണ്? ഒട്ടകത്തെ ചെറുതാക്കാനല്ലേ നോക്കുന്നത്, സൂചിക്കൊഴയെ എന്ത് ചെയ്യാനാ നോക്കുന്നത്? എന്തൊരു എളുപ്പം അല്ലേ? സൂചിക്കൊഴയ്ക്ക് വലിപ്പം കൂട്ടിക്കഴിഞ്ഞ് ഏത് ഒട്ടകവും കയറിപ്പോവും. 4 കാലേ നടക്കുന്നവനും കയറിപ്പോവും. നാം പ്രസംഗിക്കുന്ന ക്രിസ്തു നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നത്. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും കൊണ്ടിരിക്കുന്നു. ദൈവത്തോട് പറയട്ടെ, നമ്മൾ പണിയപ്പെടേണ്ടത് ആരുടെ മേലാണ്? ക്രിസ്തുവിന്മേലാണ് നാം പണിയപ്പെടേണ്ടത്. 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 16:18 നമുക്ക് സുപരിചിതമാണ്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ആ വാക്യം വായിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ വരും, പത്രോസ് പാറമേലാണ്. അല്ല, ആ വാക്യത്തിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. നീ പത്രോസ് ആകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പാറക്കഷണമാകുന്നെന്ന്. ആ പാറക്കഷണത്തെ പാറയാകുന്ന എന്റെ മേൽ വെച്ച് പണിയുമെന്നാണ്. പാറ ക്രിസ്തുവാണ്. പാറ ഒരിക്കലും പത്രോസ് ആകത്തില്ല. പത്രോസ് എന്ന് പറയുന്ന, പെട്ര എന്ന് പറയുന്ന പാറ കഷണമെന്ന്. സോളിഡ് റോക്ക് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. കർത്താവ് തന്റെ നെഞ്ചത്തോട്ട് കൈവച്ചാ പറഞ്ഞത്, ഈ പാറമേൽ. പത്രോസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. പത്രോസിനെ വിരലി ചൂണ്ടിയിട്ട്, എന്നിട്ട് അതേ കൈ എങ്ങോട്ട് വെച്ചു? തന്റെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഈ പാറമേൽ. കാരണം ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്നൊരു ചിന്തയുണ്ട്. പണ്ട് ദുബായിലായിരുന്ന സമയത്ത്, ഞാൻ കത്തോലിക്കനായിരുന്ന സമയത്ത്, അവിടുത്തെ പാതിരി പ്രസംഗിച്ചത് ഇങ്ങനായിരുന്നു: പത്രോസാകുന്ന പാറമേലാ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു. പത്രോസാകുന്ന പാറമേൽ നിൽക്കുന്നവനൊക്കെ പെട്ടുപോകും. ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുകയാണെങ്കിൽ പാതാള ഗോപുരം അതിനെ ജയിക്കുകയല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയെന്ന് പറഞ്ഞതിനെ മനസ്സിലാക്കാൻ എളുപ്പം മനസ്സിലാക്കുന്ന മറ്റൊരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചാൽ. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ഏത് മന്ദിരത്തെ കുറിച്ചാ പറഞ്ഞത്?
വായിച്ചതിന്റെ അടുത്ത വാക്യം 20 വായിച്ചു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. ഈ മന്ദിരം പൊളിപ്പീൻ എന്ന് പറഞ്ഞ ഏത് മന്ദിരം? താനാകുന്ന മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ 3 ദിവസം കൊണ്ട് പണിയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആരെയാ ചൂണ്ടിക്കാണിച്ച? തന്നെ. താനാകുന്ന പാറമേൽ തന്റെ സഭയെ താൻ പണിയും. ആ സഭയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും. എഫേസ്യ ലേഖനം 1:20. അതിന്റെ ഫൗണ്ടേഷൻ ഏത് രീതിയിലാണ് ദൈവം ക്രമീകരിച്ചു എന്ന് നോക്കുക. അങ്ങനെയാണ് പണിയപ്പെടേണ്ടത്. ആ പണി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. എഫേസ്യ ലേഖനം 1:20 അതെ, 2:20 വായിച്ചോളൂ. എഫേഷ്യൻസ് 2:20. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധമായി എന്ന് വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ക്രിസ്തുയേശു മൂലക്കല്ലായിരിക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ എന്താ ഇത് അർത്ഥമാക്കുന്നത്? യേശുക്രിസ്തു ആകുന്ന വചനത്തിന്റെ ആ മൂലക്കല്ലിന്മേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്ന ഡോക്ട്രിൻസ് ആണ്, ഉപദേശങ്ങളാണ്. വചനമാകുന്ന ആ പാറമേൽ ഉപദേശങ്ങളുടെ മീതെയാണ് എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഏത് ഉപദേശം? അപ്പസ്തോലിക ഉപദേശം, കർത്താവിന്റെ ശിഷ്യന്മാർ ഉപദേശിച്ചെന്ന ഉപദേശങ്ങൾ. ആ ഉപദേശങ്ങളിൽ ജീവനുള്ള കല്ലായി. അതിന്റെ കണ്ടിന്യൂവേഷൻ മനസ്സിലാക്കാൻ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-5 വാക്യം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ ജീവൻ പ്രാപിച്ച കല്ലുകൾ, ആ കല്ലുകൾ വെച്ചാണ് ദൈവം തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മൂലക്കല്ല് ശരിയായിട്ടുണ്ടോ, അടിസ്ഥാനം ശരിയായിട്ടുണ്ടോ, ജീവൻ പ്രാപിച്ച നാം അതിന്റെ മീതെയാണോ പണിയപ്പെടുന്നത്? അത് ഉറപ്പിക്കേണ്ടത് ഞാനും നിങ്ങളും. ദൈവം ഇട്ടിരിക്കുന്ന, അത് മനസ്സിലാക്കണേ. കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 11-ാം വാക്യം വായിച്ചോളൂ. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. ഈ അടിസ്ഥാനം ആരിട്ടോ? ദൈവം ഇട്ടോ. മറ്റൊരു അടിസ്ഥാനം ഇടാൻ ആർക്കും കഴിയുകയില്ല. എന്നിട്ട് പൗലോസ് വാൺ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ആ അടിസ്ഥാനത്തിന്റെ മീതെ ആര് എന്ത് പണിതാലും എന്ത് ശുശ്രൂഷ നടത്തിയാലും ആ നാമത്തിൽ എന്തെല്ലാം കാര്യം ചെയ്താലും, അവിടെ വായിച്ചാട്ട്, മ്യൂട്ട് ചെയ്തിരിക്കണം. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. നോക്കുക, അവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. വിവിധങ്ങളായ ശുശ്രൂഷകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പറയുന്നു ആ അടിസ്ഥാനത്തിന്റെ മീതെ പല രീതിയിൽ പണി നടത്താം. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് വരുന്ന ചിന്ത, ചില കാര്യങ്ങൾ വളരെ ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല. ക്വാണ്ടിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കോൽ അതൊരുപാടുണ്ട്, മരം അത് ഒരുപാടുണ്ട്, പുല്ല് അത് ഒരുപാടുണ്ട്. പക്ഷെ ഒരല്പം തീ അതിനകത്തിട്ടാൽ
അത് ചാരമായി മാറി, കത്തി നശിച്ചു, ഒന്നും അവിടെ അവശേഷിക്കത്തില്ല. എന്നാൽ ഇപ്പുറത്ത് നോക്കുക, ക്വാണ്ടിറ്റി ഇല്ല, പക്ഷെ ക്വാളിറ്റി ഉണ്ട്. പൊന്ന്, വെള്ളി, അതിലോട്ട് തീയിട്ടാൽ ലോസ് ഇല്ല, അത് നിലനിൽക്കും. ഇതുപോലെ ആത്മാക്കളും ചില കൂട്ടങ്ങൾ നോക്കിയേ, ഒരു ബുദ്ധിമുട്ടില്ലാതെ ആത്മാവ് പെരുകുന്നില്ല. അടിവെച്ചടി വെച്ച് ഈ ആഴ്ച 500 പേര് വരുന്നു, അടുത്ത ആഴ്ച 5000 പേര് വരുന്നു, അതിനടുത്ത ആഴ്ച 10,000 പേര് വരുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വൈക്കോലും പുല്ലും ഇതല്ല. അപ്പുറത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വീട് കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞിട്ട് ഒരാത്മാവിനെ കിട്ടാൻ ബുദ്ധിമുട്ടുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ആ ഒന്ന് പൊന്നിന് തുല്യമായിരിക്കും. നമ്മുടെ ശുശ്രൂഷ കൊണ്ട് ദൈവം തീയിലൂടെ പ്രതിഫലത്തിന് വേണ്ടി ശോധന ചെയ്യുമ്പോൾ വൈക്കോലും പുല്ലും മരവും ഒന്നും ആകരുത്. ആയിക്കഴിഞ്ഞാൽ അതങ്ങ് കത്തിപ്പോകും, ഒരു പ്രതിഫലവും നമുക്ക് ലഭിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ പാഴ് പ്രവൃത്തിയുടെ പിന്നാലെ പോകരുത്, ചെയ്യുന്നത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രതിഫലത്തിന് ഇടയാകണം. ദൈവമക്കളെ, ദുഷ്ടനായ പിശാച് വെളിച്ചദൂതന്റെ വേഷം കെട്ടി ഇന്ന് ലോകത്തിൽ ഒരു ഫേക്ക് ക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നെങ്കിൽ അതിന്റെ ഡോക്ട്രിനൽ വശത്തേക്ക് നമ്മൾ പോകും. നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. രാത്രി ചിന്തിക്കേണ്ട ഇതാണ്, ഇന്ന് ലോകത്തിൽ നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ കേൾക്കുന്ന പല പ്രസംഗങ്ങളും മനുഷ്യരിലൂടെ പുറത്തേക്ക് വരുന്ന പല ആലോചനകളും ബൈബിളിൽ അപ്പസ്തോലന്മാർ വരച്ചു കാട്ടിയിരിക്കുന്ന ക്രിസ്തുവിന് അവർ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ എന്തിനും കൂട്ടു നിൽക്കുന്ന ഒരു യേശു, എന്തും ചെയ്തു തരുന്ന ഒരു യേശു, അങ്ങനെ ഒരു യേശു അല്ല ബൈബിളിൽ തരുന്നത്. അപ്പസ്തോലനായ പൗലോസ് മറ്റൊരിടത്ത് പറയാം, ദാവീദിന്റെ വംശത്തിൽ ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവനാകുന്നു എന്റെ സുവിശേഷം. യഹൂദന്മാർ അടയാളം ചോദിക്കുമ്പോ, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുമ്പോ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട യേശു പരാജയമല്ല. അതാണ് നമുക്ക് ജീവപുതുവഴി തുറന്നു തരാൻ ഇടയായതും ധൈര്യത്തോടെ കൃപാസനത്തെങ്കിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് നിങ്ങൾക്ക് വിടയാക്കിയതും. നമുക്ക് തലവണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ഉപദേശങ്ങളിൽപ്പെട്ട് നമ്മുടെ യഥാർത്ഥ ആത്മീയതയെ ഓരോ ദിവസവും ശോധന ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ ജീവനുള്ള കല്ലായി ഓരോ ദിവസവും നാം പണിയപ്പെടേണ്ട ആവശ്യകതയുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല വചനവും നൽകി തന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നടത്താൻ തന്നതാകുന്നു. ആത്മാവിനെ അനുസരിച്ച് നാം നടക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കും. തിരുവെഴുത്ത് പറയുന്ന, വീണ്ടെടുപ്പ് നാളിനായി മുദ്രണം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി മുദ്രണം പ്രാപിച്ചിരിക്കുന്നത്. ആത്മാവിൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് ദൈവത്തിന് നമ്മെ നിക്ഷേപമായി എണ്ണിയിരിക്കുന്നു. നമ്മെ ചേർപ്പാനാണ് കർത്താവ് വരുന്നത്. വഞ്ചിക്കപ്പെട്ടു പോകരുതേ. ഇന്നത്തെ സമകാലിക ലോകത്തിൽ കേൾക്കുന്നതിന്റെ എല്ലാം പിന്നാലെ പോയേക്കരുതേ. ദോഷമായതൊന്നും നമ്മുടെ നല്ല ആത്മീയതയുടെ അകത്തേക്ക് ഒരു കള പോലെ കടന്നു വരാൻ ഇടയാകരുതേ. ഉണരുക ദൈവസഭയെ. ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിക്കഴിയാതെ നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ, നമ്മുടെ കാതുകൾ തുറക്കട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ നല്ല ആത്മാവ് നമ്മെ നയിക്കുകയും നടത്തുകയും ചെയ്യട്ടെ. വഞ്ചകൻ അവൻ അല്പസമയമേ ഉള്ളൂ എന്നറിഞ്ഞ് ആവോളം മനുഷ്യരെ താൻ പോകാനിരിക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഞാനും നിങ്ങളും വിശ്വാസത്തിലേക്ക് ഇറങ്ങിയിട്ട് വഞ്ചിതരായി പോകാൻ ഒരിക്കലും ഇടയാകരുത്. കാരണം വ്രതന്മാരെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതിന്റെ കൂട്ടത്തിൽ നടക്കും. അത് വ്യാജമായ പല പ്രവൃത്തികൾ പൈശാചികൻ
അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് യേശുവിന്റെ രൂപവും ഭാവവും മുന്നിൽ നിർത്തി മനുഷ്യനെ വഞ്ചിച്ചും ചതിച്ചും കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിന്റെ വൈകിയ വേളയ്ക്കായി സ്തോത്രം. തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയായിരുന്നു. ഞങ്ങൾ ആരാധിക്കുന്ന ക്രിസ്തു, ഞങ്ങൾ ഏറ്റുപാടുന്ന ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ നേടിത്തന്ന വിജയത്തിനായി സ്തോത്രം കരയേറ്റുന്നു. നീച മരണത്തിന് നിന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണം കൊണ്ട് നീക്കി ഞങ്ങളെ സ്വതന്ത്രരാക്കി തീർത്തത് ഓർത്തോ. ആമേൻ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനായി ഞങ്ങൾക്ക് വേണ്ടി വാഴുന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ഞങ്ങളുടെ കിരീടങ്ങൾ നിന്റെ പാദങ്ങളിൽ ഇടുന്ന കർത്താവേ, അങ്ങ് ഈ ലോകത്തിൽ കടന്നു വന്നതും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നതും നിഷ്കളങ്ക രക്തം ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയതും പിതാവായ ദൈവത്തോട് നിരപ്പിക്കുവാനും ഇരുട്ടിന്റെ ആധിപത്യത്തിൽ ഞങ്ങളെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുവാനാകൊണ്ട് ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പരിജ്ഞാനം ഓരോ ദിവസവും വർദ്ധിക്കുവാൻ, വഞ്ചകന്മാരെ തിരിച്ചറിയുവാൻ, വ്യാജമായതിനെ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ആ കർത്താവ് താൻ പ്രസംഗിച്ചതും അപ്പസ്തോലന്മാർ ഉപദേശിച്ചു തന്നതുമായ ദൈവവചന ഉപദേശങ്ങളും ഹൃദയത്തിൽ കൈക്കൊണ്ട് ക്രിസ്തുവാകുന്ന പാറമേൽ ഓരോ ദിവസവും കൃപമേൽ കൃപ പ്രാപിച്ച് ശക്തിപ്പെടുവാൻ, നിത്യതയുടെ ദർശനത്തോടെ ജീവിക്കുവാൻ, കഷ്ടങ്ങളും വേദനകളും ഭാരങ്ങളും രോഗങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ ദൈവം തന്ന ദർശനത്തോടെ ജീവിപ്പാൻ അവിടുന്ന് കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, യൂട്യൂബിലൂടെ ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എന്ത് കഷ്ടമേൽക്കേണ്ടി വന്നാലും കർത്താവെ, ഇടുക്കുവാതിലാകുന്ന നിന്നിലൂടെ കടക്കുവാനും വഴി ഞെരുക്കമുള്ളതെങ്കിലും അതിലെ പോകാൻ താല്പര്യപ്പെടുന്നവർ ചുരുക്കമെങ്കിലും അതിന്റെ അവസാനം നിത്യ ജീവനാകൊണ്ട് ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം കരയേറ്റുന്നു. എന്റെ മക്കളെ ഓരോരുത്തരെയും പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവരെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. അവരുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവിന്റെ ആത്മാവ് നേർനിലത്തിൽ നടത്തണം. ഞങ്ങൾ പിന്നെയും കർത്താവെ നിന്റെ സന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കുവോളം കർത്താവ് തന്റെ ചിറകിന്റെ മറവിൽ എല്ലാവരെയും സൂക്ഷിക്കണം. ആമേൻ. നേരോടെ നടക്കുന്നവർക്ക് ഒരു മുട്ടും വരുത്താത്ത നിന്റെ ബലമുള്ള കൈകളിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. അങ്ങ് തന്ന സമാധാനം നിന്റെ ജനത്തിന് കൈമാറുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന് അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂത്ത് ക്രിസ്ത്യൻ മിനിസ്റ്റർ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം.